കരുതണത്. കാര്യം ഉടമ്പടി അടിസ്ഥാന പ്രമാണങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ ആദ്യകാല ധ്യാനങ്ങൾ കൂടണം. ഇപ്പം അടിസ്ഥാന പ്രമാണമൊന്നും പറയണില്ലല്ലോ. ഉടമ്പടി ഒത്തിരിയേറെ മച്ചുറായത് കാരണം ഈ ഗ്രോത്ത് റിട്രീറ്റുകളാണ് നടക്കുന്നത്. അതായത് 3 പുതുക്കിയവർക്ക് 4 പുതുക്കിയവർക്കുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യമായിട്ട് നമസ്തേ എന്നും പറഞ്ഞ് വന്ന് ഉടമ്പടി എടുക്കുന്നവർക്ക് വേണ്ട സംഭവങ്ങൾ ഇപ്പോൾ കിട്ടണില്ല. കാര്യം റിപ്പറ്റീഷൻ വരണതുകൊണ്ടാണ്. അതിപ്പോൾ നിങ്ങൾ പുതിയ ആൾക്കാരെന്താ ചെയ്യേണ്ടത്? പുതിയ ആൾക്കാർ പഴയ ധ്യാനങ്ങൾ കൂടണം. ഇതുമായിട്ട് രക്ഷപ്പെട്ടു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പഴയ ധ്യാനങ്ങൾ കൂടണം. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നല്ലൊരു കാലഘട്ടമാണ്. പണ്ട് പഴയ ധ്യാനങ്ങൾ കൂടണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-20 കൊല്ലം മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വരണം, അത് റെക്കോർഡ് ചെയ്തെടുത്തുകൊണ്ട് പോകണം, അത് പണ്ട് CD ആക്കണം, CD പ്ലെയറിലിട്ട് കേൾക്കണം. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം മൊബൈലിൽ എല്ലാ സംഭവമുണ്ട്. സെക്കൻഡുകൾക്കുള്ളിൽ പഴയ ധ്യാനം കിട്ടും. അപ്പോൾ നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം സാങ്കേതികത കാരണം ഒത്തിരി വളർന്ന കാരണം ഇത് വളരെ ഫെദർ ടച്ച്, ഫിംഗർ ടച്ചിലായിട്ടുണ്ട്. ഇന്ന് തൊട്ടാൽ മതി കിട്ടും. പക്ഷെ തൊടാനുള്ള ഒരു നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. ചില ആൾക്കാർക്ക് രാവിലെ ഉടമ്പടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ രാവിലെ ഒരു പ്രാർത്ഥിച്ചാൽ പിന്നെ ഉടമ്പടി മറന്നു പോകും. മറവി ക്രിസ്ത്യാനി ഭയങ്കരമാണ്, മറവി മനുഷ്യർ ഭയങ്കരമാണ്. രാവിലെ ഒരു പ്രാർത്ഥിക്കും, പറ്റുമെങ്കിൽ അച്ഛൻ്റെ ആ ഡെയിലി ബ്രെഡൊന്ന് കൂടും. പിന്നെ ആ ദിവസം ചിലപ്പോൾ ഒന്നും ചെയ്യത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലർ വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ചെല്ലും. ഇതിൻ്റെ ഇടയ്ക്ക് ബാക്കി ഈ ഉടമ്പടി ഒരു ജീവിത രീതി ആയത് കാരണം ഈ പകലാണിത് ഉടമ്പടി മുഴുവനും ഉടമ്പടി ഒരു ജീവിതമാണ്. അപ്പം നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് ദൈവത്തെ ബോധ്യപ്പെടുത്തണം. എന്താണ്? എൻ്റെ മക്കൾ കേൾക്കുന്നുണ്ട്, അച്ഛൻ പറഞ്ഞു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയണത്. നിങ്ങൾ ഒത്തിരി കാര്യം എഴുതിയിടണമല്ല പ്രശ്നം, എഴുതിയിടേണ്ട ഇരട്ടി നടക്കും. പക്ഷേ നിങ്ങൾ ആ ഉടമ്പടിയുടെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് എന്താണെന്നറിയാവോ? ഉടമ്പടിയുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പ്രശ്നം ഉടമ്പടിയിലാണ്. ഒന്ന്, നമ്മൾ ഉടമ്പടിയിലാണെന്ന് നമ്മളെ തന്നെ ആദ്യം ഒന്ന് ബോധ്യപ്പെടുത്തിയെടുക്കണം. അതൊരു വലിയ പാടാണ്. രണ്ടാമത്, ഉടമ്പടിയിലാണെന്നുള്ള ദൈവത്തെ ബോധ്യപ്പെടുത്തിയെടുക്കണം. അത് കുറച്ചുകൂടി എളുപ്പമാണ്. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഒന്നാമത്തെ എന്താണ്? നമ്മൾ ഉടമ്പടിയിലാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയെടുക്കണം. അത് പാടാണ് ശരിക്കും. കാര്യം നമ്മൾ പ്രത്യക്ഷ പ്രാർത്ഥന രാവിലെയുള്ള കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പല രീതിയിൽ കെയർലെസ് ആയിട്ടൊക്കെ മൂവ് ചെയ്യുകയും അതിന് നമ്മൾ പലതരത്തിലുള്ള സ്വഭാവമുള്ള ആൾക്കാരുമായിട്ടല്ല ഇൻട്രാക്ട് ചെയ്യണത്. അപ്പോൾ ചിലപ്പോൾ അവൻ തന്തയ്ക്ക് വിളിക്കുമ്പോൾ നമുക്ക് അവൻ്റെ തള്ളക്ക് വിളിക്കാൻ തോന്നും. അതൊക്കെ ഉള്ളത് ഇതിൻ്റെ അകത്ത് ഉള്ളൂ ഒരു. അപ്പോൾ ഇയൊക്കെ കോൺഷ്യസ് അല്ലേ, അയാൾ ഉടമ്പടിയിലാണെന്നുള്ളവൻ ഇത് ബോധമല്ല. മനസ്സിലായില്ലേ? അതാണ് എൻ്റെ വിഷയം. പണ്ട് ഇപ്പം നമ്മൾ കള്ളത്തരം പറഞ്ഞ് ജയിക്കുമായിരുന്നു ചിലയിടത്തൊക്കെ. അപ്പം ലേഡീസിന് ഭയങ്കര അപകടമാണ്. ലേഡീസിനുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത്രയും നാൾ നിങ്ങൾ ലേഡീസാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അങ്ങനെ കുറ്റപ്പെടുത്തുന്ന പറയരുത്. പക്ഷെ നിങ്ങളുടെ രക്തത്തിലുള്ള സാധനം എന്നില്ല ഒരു സാധനം പുരുഷന്മാർക്കും ഉണ്ടത്, പക്ഷെ ലേഡീസിന് കൂടുതലാണ്. അത് നിങ്ങൾ നിങ്ങളുടെ ഭാഗം കറക്റ്റാണെന്ന് പറയാൻ വേണ്ടി കള്ളത്തരങ്ങൾ പറയും നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ് ജയിക്കാൻ വേണ്ടി തരികിട കാര്യങ്ങൾ പറയും. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ബ്രേക്കായില്ലേ? അപ്പം തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, ഇപ്പം നിങ്ങൾ നാത്തുനുമായിട്ട് ഒരു വഴക്ക് ഒരു സംസാരം ഉണ്ടായി, ഇത് നിങ്ങൾ സ്റ്റാൻഡ് എടുത്ത് അപ്പോൾ മറ്റുള്ളവർ കൂടെ നിൽപ്പുണ്ടെങ്കിൽ ആ നിങ്ങളുടെ സ്റ്റാൻഡ് പൊട്ടയാണെന്ന് കാണുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ഷെയിമായത് കാരണം നിങ്ങൾ കള്ളത്തരങ്ങൾ പറയും. കള്ളത്തരങ്ങൾ പറഞ്ഞ് പൊലിപ്പിച്ച് പറയും, പെരുപ്പിച്ച് പറയും, സത്യവിരുദ്ധമാക്കും. കാര്യം ഒരു വിഷയത്തിൻ്റെ സത്യമുണ്ട്, പിന്നെ ആ സത്യത്തിൻ്റെ പൊലിവ് രൂപങ്ങളുണ്ട്. സത്യത്തിൻ്റെ പൊലിപ്പിച്ച രൂപങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വെച്ച് കെട്ടി പറയും. ഏച്ച് കെട്ടിക്കഴിഞ്ഞാൽ മുഴച്ചിരിക്കും. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയം സത്യത്തിൻ്റെ പൊലിവ് രൂപങ്ങൾ, അത് നുണയാണ് ശരിക്കും പറഞ്ഞാൽ. മനസ്സിലായില്ലേ? ഇല്ലാത്ത കാര്യം നമ്മുടെ സ്റ്റാൻഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വലിപ്പത്തിൽ പറയും. അതെല്ലാം ലേഡീസിന് കുറേ പ്രശ്നങ്ങളുള്ളതാണ് ഇതിൻ്റെ അകത്ത്.
നമ്മളറിയാതെ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ സത്യം ബ്രേക്ക് ഡൗൺ ആകുന്നുണ്ടെന്നും അപ്പോൾ നമ്മൾ ഉടമ്പടി ബ്രേക്ക് ചെയ്യുന്നതോടെ നമുക്കറിയത്തില്ല. അപ്പം അതുകൊണ്ട് ആദ്യത്തെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉടമ്പടിയിലാണെന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തി എടുക്കുന്നതാണ് ആദ്യത്തെ റിസ്ക്. അത് ഒരു നല്ല പരിശീലനത്തിലൂടെ ഉണ്ടാകത്തുള്ളൂ.